നമസ്കാരം. മെഡിസപ്പിൽ അംഗത്വമുള്ള സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും മറ്റു ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക. മെഡിസപ്പ് രണ്ടാം ഘട്ടം 1/2/2026 മുതൽ ആരംഭിക്കുന്നു. മെഡിസപ്പ് രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട മെഡിസപ്പ് ID കാർഡ് 1/2/2026 ഫെബ്രുവരി 1 മുതൽ മെഡിസപ്പ് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പെൻഷൻകാർക്ക് അവരുടെ മെഡിസപ്പ് ID നമ്പർ യൂസർ നെയിമായും PPO നമ്പർ പാസ്വേഡായും മെഡിസപ്പ് സൈറ്റിൽ ലോഗിൻ ചെയ്യാം. ജീവനക്കാർക്ക് അവരുടെ മെഡിസപ്പ് ID നമ്പർ യൂസർ നെയിമായും പെൻ അല്ലെങ്കിൽ എംപ്ലോയി ID നമ്പർ പാസ്വേഡ് ഉപയോഗിച്ച് സൈറ്റ് ഓപ്പൺ ചെയ്യാം. മെഡിസപ്പ് സൈറ്റിലെ സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകി ഡൗൺലോഡ് ചെയ്ത സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ നിന്നും പുതിയ മെഡിസപ്പ് ID കാർഡ് ശേഖരിക്കാവുന്നതാണ്. മെഡിസപ്പിൽ അംഗത്വമുള്ള എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ പുതിയ മെഡിസപ്പ് ID കാർഡും ഫോട്ടോ പതിപ്പിച്ച ഒരു തിരിച്ചറിയൽ കാർഡും ആശുപത്രിയിൽ ഹാജരാക്കേണ്ടതാണ്. മെഡിസപ്പ് കാർഡിൽ പേരില്ല എങ്കിലോ പേരിലോ മറ്റു വിവരങ്ങളിലോ തെറ്റുണ്ടെങ്കിലോ മെഡിസപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് 1/2/2026 മുതൽ സൈറ്റിൽ നിന്നും എടുക്കുന്ന മെഡിസപ്പ് ID കാർഡ് ഗുണഭോക്താക്കൾ വിശദമായി പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ജീവനക്കാർ ബന്ധപ്പെട്ട DDOമാർ മുഖേനയും പെൻഷൻകാർ ബന്ധപ്പെട്ട ട്രഷറി ഓഫീസർ മുഖേനയും 25/2/2026 അതായത് ഫെബ്രുവരി 25 അപേക്ഷ നൽകി തിരുത്തലുകൾ വരുത്തേണ്ടതാണ്. ഫെബ്രുവരി 25 വരെ നോക്കി നിൽക്കാതെ ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥർക്ക് അപേക്ഷ നൽകുക. 25/2/2026 ശേഷം മെഡിസപ്പ് പ്രൊഫൈലിൽ വരുത്തുന്ന തിരുത്തലുകൾ മെഡിസപ്പ് ID കാർഡിൽ വരില്ല. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് 25/2/2026 ശേഷം തിരുത്തലുകൾ നടത്താനോ ആശ്രിതരെ കൂട്ടിച്ചേർക്കാനോ സാധിക്കുകയില്ല. മെഡിസപ്പ് ID കാർഡിലെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഗുണഭോക്താക്കളായ ജീവനക്കാരും പെൻഷൻകാരുമാണ്. മെഡിസപ്പ് ID കാർഡിലെ തെറ്റുമൂലം മെഡിസപ്പ് ആനുകൂല്യം ലഭിക്കാതെ വന്നാൽ സർക്കാരോ ഇൻഷുറൻസ് കമ്പനിയോ ആശുപത്രികളോ ഉത്തരവാദികളായിരിക്കുകയില്ല എന്ന് 24/1/2026 4-ാം നമ്പർ സർക്കുലർ വ്യക്തമാക്കുന്നു. ഗുണഭോക്താക്കളിൽ നിന്നും അപേക്ഷ ലഭിച്ചിട്ടും DDOമാരുടെയും ട്രഷറി ഓഫീസർമാരുടെയും പാളിച്ച മൂലം ഗുണഭോക്താവിന് ആനുകൂല്യം ലഭിക്കാതെ വന്നാൽ നിഷേധിക്കപ്പെട്ടാൽ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു. അനുവദിച്ച സമയപരിധിക്കുള്ളിൽ തിരുത്തലുകൾ വരുത്തി വെരിഫൈ ചെയ്തതിന് ശേഷവും ഏതെങ്കിലും പിഴവുണ്ടായാൽ മെഡിസപ്പ് ID കാർഡ് ലഭിക്കാതെ വന്നാൽ 1800 425 1857 എന്ന നമ്പറിലോ info@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടേണ്ടതാണ്. താങ്ക് യു.